ഞാനൊക്കെ ജീവിച്ചിരുന്നത് എന്തിനാണ് രാജൻ? ആർക്കും ഒരു പ്രയോജനവുമില്ല. ഒരു കുടുംബം, ഭാര്യ, കുഞ്ഞ് എന്നെല്ലാം പറയുന്നത് എന്നെപ്പോലുള്ളവർക്ക് ഒരു സ്വപ്നം മാത്രമാണ്. ഒരു പെൺകുട്ടി പോലും വൃത്തികെട്ട എന്റെ മുഖത്ത് നോക്കി കാർക്കിച്ച് തുപ്പാതിരിക്കില്ല. ആരും എന്നെ നോക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്റെ മുഖത്ത് നോക്കി പരിഹസിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയില്ല രാജൻ. നീ ഇങ്ങനെ വിഷമിച്ചാലോ? നിന്റെ മുഖത്ത് യാതൊരു വൈരൂപ്യവുമില്ല. നിന്റെ മുഖത്ത് നിന്നൊഴുകുന്ന കണ്ണീരിനാണ് വൈരൂപ്യം. നീ ഒരു പുരുഷനല്ലേ? നിന്റെ കണ്ണുകൾ ഒരിക്കലും നനയാണ്. ഞാൻ എന്തെങ്കിലും കരഞ്ഞാൽ നീ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്കതിനുള്ള സന്നദ്ധമുണ്ടായിട്ടില്ല. ഉണ്ടായാലും ഞാനത് നിയന്ത്രിക്കും. ഹൃദയം വേദനിക്കുമ്പോഴാണ് കണ്ണു നിറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും കഴിയുന്നത് ഞാൻ കാണും. നീ വിചാരിക്കുന്നതെല്ലാം തെറ്റാണ്. ഈ ഗ്രാമത്തിൽ തന്നെ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. നിനക്കറിയാമോ? ഞാനത് പിന്നീടാണ് അറിഞ്ഞത്. രാജനും എന്നെ പരിഹസിക്കണോ? പറഞ്ഞാൽ നിനക്ക് വിശ്വാസമായില്ല. എന്നാൽ കേട്ടോ, നീ ഇന്നലെ സംസാരിച്ചു കൊണ്ടിരുന്ന കുട്ടപ്പന്റെ സഹോദരി തുളസി നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. ഇത് ഞാൻ നേരിട്ടറിഞ്ഞ സത്യമാണ്. മുത്തശ്ശിക്കറിയിൽ തുടങ്ങുന്ന കൊച്ചു കുഞ്ഞൊന്നുമല്ല ഞാൻ. എന്നെ ഒരു പെൺകുട്ടി സ്നേഹിക്കുന്നുള്ളൂ. നിങ്ങൾ എന്താണ് ഈ പറഞ്ഞത്? ശങ്കരപിള്ളയുടെ മകൻ രവിയും തുളസിയുമായി അടുപ്പത്തിലാണെന്ന് നിങ്ങൾക്കറിയില്ലേ? പിന്നെ എന്തിനാ ഈ കഥകളൊക്കെ ചമച്ചത്? അവൻ തളർത്താൻ പാടില്ല. അവൻ നമുക്ക് ആവശ്യമാണ്. അവന്റെ മനപ്രയാസം തീർക്കാൻ മറ്റു യാതൊരു വഴിയും കാണുന്നില്ല. അവൻ സത്യം മനസ്സിലാക്കി